40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സമയം കളയാതെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നീട്ടി വെക്കാനുള്ള സമയമില്ല. നമ്മുടെ മധ്യവയസ്കരായി നമ്മൾ കടന്നു വന്ന സമയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 40 എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാർദ്ധക്യത്തിൻ്റെ ശൈശവത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. 40 കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ ശൈശവം എന്നാണ് പറയുക. അപ്പോൾ ഇനി നമുക്ക് ചെറുപ്പകാലത്തെ നമ്മൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ നല്ല കാലത്ത് നമ്മൾ ചെയ്ത പോലെ നമുക്ക് സമയമില്ല. ഇനിയുള്ള സമയം എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിനെ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. കാത്തിരിക്കാൻ സമയമില്ല എന്നൊരു ബോധം നമുക്കുണ്ടായാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മൾ ധ്യാനം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ. 40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നമ്മളുടെ ആന്തരിക ശക്തിയുമായി നമുക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കിടന്നിട്ടുള്ള ധ്യാനം എന്നല്ല, അത് ഉറക്കമാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇരുന്ന് കൊണ്ട് നമ്മുടെ ബാക്ക് ഒരു സപ്പോർട്ടില്ലാതെ നമ്മൾ ഇരുന്ന് നമ്മളുടെ ചിലർ വല്ല മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കും. അതല്ല അപ്പം നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അതല്ലെങ്കിൽ നമ്മളുടെ ബ്രീത്തിങ് കൗണ്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൗണ്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു പ്രത്യേക പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക. അതായത് ബാക്കിയുള്ള പുറത്തുള്ള എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ മാറി നിന്ന് നമുക്കായി കുറച്ച് നേരം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ധ്യാനത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലവരിപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മദ്യപിക്കുന്നവരുണ്ടാവും. ചിലവർ മൊബൈൽ നോക്കുക, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുന്നൊക്കെ അങ്ങനെയൊക്കെ ആണ് കരുതുന്നത്. പക്ഷേ നമ്മൾ ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഫീൽ ചെയ്യാൻ തന്നെ വേണം. നമ്മൾ അങ്ങനെ ഒരു ധ്യാനത്തിൽ ഇരുന്ന് ഫസ്റ്റ് തന്നെ ഇരിക്കുമ്പോഴൊന്നും നമുക്ക് ധ്യാനം കറക്റ്റായി വരുമൊന്നുമില്ല. കാരണം നമ്മുടെ ചിന്തകളിൽ എപ്പോഴും പല പല കാര്യങ്ങളും നമ്മളൊന്ന് ധ്യാനിച്ച് എന്തെങ്കിലും ഒരു ശ്രദ്ധ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കടന്നു വരും. അപ്പോൾ അത് പെട്ടെന്നാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനുള്ള ഒരു കഴിവിലേക്ക് കൊണ്ടുവരുത്താൻ കഴിയും. പക്ഷെ കുറച്ച് സമയം എടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ ദിവസം ധ്യാനത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലവഴിക്കുക. അതിനുള്ള സമയമൊക്കെ നമ്മൾ ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞാൽ നമ്മൾ ഇതാണല്ലോ യോഗയൊക്കെ ചെയ്യണം. അത് യോഗയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് റിലീഫ് കിട്ടും. നമ്മുടെ ശരീരത്തിനും അതെ, മനസ്സിനും അതെ. യോഗ ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുണമുള്ള ആളാണ് ഞാൻ. യോഗ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഗുണം ഞാൻ അനുഭവിച്ചറിയുന്നു. അത്രയും മനസ്സിനും ശരീരത്തിനും നമുക്ക് ശാന്തത കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് യോഗയൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഒഴിവാക്കരുത്. ഇപ്പോൾ വലിയ വലിയ കമ്പനികളിലൊക്കെ ഇപ്പോൾ യോഗയൊക്കെ അതായത് അവർ സ്റ്റാഫുകൾക്കൊക്കെ യോഗയും മെഡിറ്റേഷനും ഒക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. കാരണം അത്രയും പ്രഷറായിട്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് ഇന്ന് ലോകത്തുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഈ യോഗ വളരെ നല്ലൊരു ഇതാണ്. നമുക്ക് ആ ഡിപ്രഷനും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് നേരം മനസ്സിനെ മാറ്റി നിർത്തി നമ്മൾക്കായിട്ട് ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കുന്ന സമയമാണ് ഈ യോഗ മെഡിറ്റേഷനൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഇതുവരെയൊക്കെ നമ്മൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സമയമല്ലോ, നമ്മൾ മധ്യവയസ്കരായി. അതിനെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഇനിയുള്ള സമയം എണ്ണപ്പെട്ട സമയങ്ങളാണ്. അതിനെ നമ്മൾ മാക്സിമം, ഇനി കഴിഞ്ഞ കാലത്തിൻ്റെ അത്രയും നല്ല സമയം നമുക്ക് വരാനില്ല. അപ്പോൾ ഉള്ള സമയത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും വലിച്ചു നീട്ടാതിരിക്കുക. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മളുടെ ആഗ്രഹം, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ വരേണ്ട സമയമായി. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ലൈഫിനെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ പോകുമ്പോൾ ഒരു അലസതയായി മാറുകയാണ് ചെയ്യുക. അതുപോലെ നമ്മൾ ക്ഷമിക്കാനൊക്കെ പഠിക്കേണ്ട സമയമായി. നമ്മൾ ചെറുപ്പത്തിലൊന്നും ഒരു 20 വയസ്സിലൊന്നും ക്ഷമ എന്താണെന്ന് തന്നെ നമുക്കറിയില്ല. അങ്ങനെ ആ ഇപ്പോഴത്തെ പ്രായത്തിലുള്ളവർ നോക്കിയാൽ മതി. ക്ഷമ എന്നുള്ളൊരു വാക്ക് അവർ അംഗീകരിക്കാത്തൊരു സംഭവമാണ് ക്ഷമ. അത് കഴിഞ്ഞ് നമ്മളൊരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു കാലമാണ് 30 വയസ്സ്. പക്ഷെ 40 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ക്ഷമിക്കാനും പഠിച്ചിട്ടുണ്ടാവും. ക്ഷമയിലൂടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുള്ള കാര്യങ്ങൾ നമ്മൾ
പഠിച്ചിട്ടുണ്ടാവും 40 വയസ്സ്. അപ്പോൾ അതാണ് 40 വയസ്സിൽ നമ്മൾക്ക് അറിയാം എങ്ങനെ ക്ഷമയോടെ കാര്യങ്ങളെ നേരിടാം എന്ന്. പിന്നെ നമ്മൾ 40 പിന്നിടുമ്പോഴാണ് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുന്നതും ഇത് നമ്മൾ വളരെ കാലം മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു വീണ്ടും വിചാരം വരുന്നതൊക്കെ നമുക്ക് 40 വയസ്സാകുമ്പോഴാണ്. നമ്മൾ 40 വയസ്സാകുമ്പോൾ പറയും, അയ്യോ കുറച്ച് കാലം മുന്നേ ഞാനിതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, എനിക്കിന്ന് എവിടെയെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ദൂരം എത്താമായിരുന്നു, ഉയർന്ന നിലത്തിൽ എത്താമായിരുന്നു ഒക്കെ ചിന്തിക്കുന്നൊരു കാലമാണ്. അതുപോലെ നമ്മൾ 20-30 വയസ്സിലൊക്കെ പറഞ്ഞാൽ തർക്കിക്കാനൊക്കെ വളരെ മിടുക്കന്മാരാ അല്ലേ. തർക്കിക്കാൻ ആളുള്ളിടത്തോളം കാലം നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ തർക്കങ്ങളൊക്കെ നമ്മളിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഒതുങ്ങി തുടങ്ങണം. അല്ലാതെ നമ്മൾക്ക് തർക്കിച്ച് നിൽക്കാനുള്ള സമയമൊന്നും ഇല്ല. ക്ഷമിക്കാനുള്ള ഇത് നമ്മൾ കോപം മുറുകെ പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? നമ്മൾ വിഷം കഴിച്ചിട്ട് നമ്മുടെ ശത്രു മരിക്കുമെന്ന് കാത്തിരിക്കുന്നതാണ് ഇത്ര ഈ കോപം നമ്മളുള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം കോപമൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട സമയമായി. നമ്മൾ വെറുതെ എന്തിനാണ് നമ്മളെ തന്നെ കൊലയാക്കി കൊടുക്കുന്നത്? അതിനൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക്കുക. തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ നമ്മൾ സമയത്തെ വേസ്റ്റ് ചെയ്യരുത്. ഒക്കെ പെട്ടെന്ന് അതായത് നമ്മളപ്പോഴേക്കും കുറച്ചും കൂടെ പക്വതയാവുമല്ലോ. 40 വയസ്സാകുമ്പോഴേക്കൊക്കെ കുറേയൊക്കെ നമ്മൾ പക്വതയായിരിക്കും. അപ്പോൾ ആ പക്വത വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതിനെ സമയബന്ധിതമായി നടപ്പിലാക്കാനും കൂടെ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ സമയം എന്ന് പറഞ്ഞാൽ വിലയേറിയ കാര്യമാണ്. നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇനി നമുക്ക് കഴിഞ്ഞു പോയ സമയവും കിട്ടാനില്ല. ഇനി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റേതായ വാല്യൂ കൊടുത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ബാക്കിയുള്ള കാലം കൂടെ കഴിഞ്ഞു പോകും. നമ്മളുടെ അശ്രദ്ധയാണല്ലോ നമ്മളുടെ വിജയത്തിൻ്റെ ഒരു കൊലയാളി എന്ന് വേണമെങ്കിൽ പറയാം. അശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് എവിടെ എത്താൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പ്രായം ആയി. നമ്മുടെ തലച്ചോറിനെ ഈ അശ്രദ്ധയാണ് നമ്മുടെ തലച്ചോറിനെ മുരടിപ്പിക്കുന്നതും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ അശ്രദ്ധയോടെ ചെയ്യുന്നതുകൊണ്ട്. 40 ആകുമ്പോഴേക്കൊക്കെ നമ്മൾ കുറച്ച് പക്വതയൊക്കെ ആയി. അപ്പോൾ നമുക്ക് ശ്രദ്ധയൊക്കെ ആവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ വിജയത്തിനെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ കുറച്ചും കൂടെ ബോധേഡാവുന്നത് 40 വയസ്സിലാണ്. അതുപോലെ നമ്മളിപ്പോൾ പലതിൽ നിന്നും ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടാത്ത ഒരാളോ നിന്നൊന്നും നമ്മൾ ഉപദേശം സ്വീകരിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഉപദേശം സ്വീകരിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരിക്കലും മറ്റൊരാളത്തേക്ക് പോകണ്ട. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 100% പ്രശ്നത്തിൻ്റെയും കാരണവും നിങ്ങൾ തന്നെയാണ്. പരിഹരിക്കാനുള്ള മാർഗവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ നമ്മളെ ഏത് കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു, ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിരുന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ വളർന്ന കുടുംബത്തിനല്ല നോക്കേണ്ടത്, നമ്മൾ സൃഷ്ടിച്ച കുടുംബം എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ നല്ലൊരു കുടുംബത്തെ സൃഷ്ടിക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. 40 ആകുമ്പോഴേക്കും നമുക്ക് അങ്ങനത്തെ ഒരു ധാരണയൊക്കെ നമ്മൾക്ക് വരുമല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് 40 ആയി. ഇനി നമ്മളിങ്ങനെ മടിച്ച് നിൽക്കേണ്ട പ്രായമൊന്നുമില്ല. നമ്മളതിനൊന്നും ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല. നമ്മൾ മടിക്കാതെ പുറത്തിറങ്ങുക, എന്നിട്ട് ക്രിയേറ്റീവായി ചിന്തിച്ച് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ വിജയിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി അവരെ നാണക്കേട്, ചിലർക്ക് അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും പുറത്തിറങ്ങാനൊക്കെ നാണക്കേടുള്ളൊരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ ആരും ശ്രദ്ധിക്കാനാ? അപ്പോൾ നമുക്ക് നമ്മളുടെ രീതിയിൽ ധൈര്യമായി പുറത്തിറങ്ങി നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വിജയിക്കാം. അതുപോലെ നമ്മളെക്കാൾ നല്ല മിടുക്കരായ ഒരാളെ കാണുകയാണെങ്കിൽ തീർച്ചയായും അയാളുടെ കൂടെ നമ്മൾ ചേർന്ന് വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ അയാളുടെ പരിചയങ്ങൾ, അയാളിൽ നിന്നുള്ള അറിവുകൾ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം കാണിക്കണം. അതിന് മടി കാണിക്കരുത്. അല്ലെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, അയാളെ ഒരു ശത്രുവായി കണ്ട് അയാളോട് മത്സരിക്കാൻ നിൽക്കരുത്. കാരണം അയാൾക്ക് നമ്മളെക്കാട്ടും കൂടുതൽ അറിവുള്ള ഒരാളായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം അവരായിട്ട് കമ്പനി കൂടിയിട്ട് നമ്മൾ അവരുടെ അറിവോടുകൂടി, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ അറിവും കൂട്ടാൻ കഴിയുമല്ലോ. അപ്പോൾ നമ്മൾക്കും വിജയിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ കംഫർട്ട് സോണിൽ നമ്മൾ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷാദത്തിൽ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ കംഫർട്ട് സോൺ എന്ന് മറികടക്കാൻ നമ്മൾ ധൈര്യം കാണിക്കണം, അന്നാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ നമ്മൾ കംഫർട്ട് സോണിനെ മറികടക്കാനുള്ള ധൈര്യമൊക്കെ കാണിക്കേണ്ട പ്രായമൊക്കെ ആയി നമ്മളുടെ ഈ പ്രായം, അതായത് 40 വയസ്സ് എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് പറയരുത്. നമുക്ക് നമ്മളുടേതായൊരു പേഴ്സണൽ ഒരു ബൗണ്ടറി വേണം. എല്ലാ കാര്യങ്ങളൊന്നും നമ്മളുടെ കുറിച്ചുള്ളതൊന്നും മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ടതായ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുക.
അതുപോലെ നമ്മൾ നമ്മളുടേതായൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. 40 വയസ്സൊക്കെ ആയില്ല, ഇനി ഒരു സ്റ്റാൻഡേർഡിലൊക്കെ ആവാം. പക്ഷെ എന്തെങ്കിലും കുറച്ച് കിട്ടി കഴിഞ്ഞാൽ അത് മതിയെന്ന് തൃപ്തിപ്പെടാതെ നമ്മളുടെ സ്റ്റാൻഡേർഡിനൊത്ത് എന്താണോ കിട്ടുന്നത് അതിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ സ്വയം ശ്രമിക്കേണ്ട പ്രായമാണ് 40 വയസ്സ്. അപ്പോൾ 40 വയസ്സിനെ നന്നായി ശ്രദ്ധിക്കുക വേണം. ഇനി നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. ശൈശവത്തിലേക്ക് വാർദ്ധക്യത്തിൻ്റെ ശൈശവത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ കൗമാരം, അതിൻ്റെ ബാല്യം, അതിൻ്റെ കൗമാരം പിന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് സമയമുള്ളൂ. സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ മാക്സിമം അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ.